ഒരാൾക്ക് കഴിഞ്ഞ വർഷം സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലുമായിട്ട് കുറച്ച് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടാക്സ് ഒക്കെ എങ്ങനെയാണ് വരും? ഇപ്പം നിങ്ങൾ ഡീൽ ചെയ്തത് ഇക്വിറ്റി ഷെയർസും ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ നമ്മളിത് വാങ്ങി 1 കൊല്ലത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ നമ്മളതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് വിളിക്കുന്നത്. അതിന് നമ്മൾ 20% ടാക്സ് കൊടുക്കേണ്ടി വരും. പക്ഷേ 1 വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അവിടെ നമുക്ക് 1 വർഷം 1.25 ലക്ഷം രൂപ വരെയുള്ള ലാഭത്തിന് ടാക്സ് ഇല്ല. അതിന് മുകളിൽ വരുന്ന ലാഭത്തിന് 12.5% ടാക്സ് കൊടുത്താൽ മതി. ഇനി ഡെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ഒക്കെ കാര്യം നോക്കിയാൽ നിങ്ങൾ എത്ര നാൾ ഹോൾഡ് ചെയ്ത് വിറ്റാലും അതിൽ നിന്നുള്ള ലാഭം നിങ്ങളുടെ നോർമൽ ഇൻകത്തിൻ്റെ കൂടെ കൂട്ടി നിങ്ങളുടെ നോർമൽ ടാക്സിൻ്റെ സ്ലാബ് റേറ്റ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ടാക്സ് വരിക. ഇനി ട്രേഡിംഗ് ആണെങ്കിൽ അത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണെങ്കിലും അതിനെ നമ്മൾ ബിസിനസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ ടാക്സും സ്ലാബ് റേറ്റിൽ തന്നെയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരിക. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്നത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയാണെങ്കിൽ അവിടെ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ട് എന്നുള്ള പേരിലുള്ള റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത്. അപ്പം ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണുള്ളതെങ്കിൽ ITR 2 എന്ന് പറയുന്ന ഫോമാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടി വരിക. ജൂലൈ 31 ഇത് ഫയൽ ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിങ്ങോ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസോ ഉണ്ടെങ്കിൽ ITR 3 എന്ന് പറയുന്ന ഫോം നമ്മൾ ഓഗസ്റ്റ് 31 നമ്മൾ ഫയൽ ചെയ്യണം.